സാർ ഇപ്പം ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു ഒരു ഡോക്ടറുടെ 3.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന്. ഇതിപ്പോൾ ഡോക്ടറുടെ കേസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എന്നും നമ്മൾ ഇപ്പോൾ ന്യൂസ് കാണുകയാണെങ്കിലും പേപ്പർ വായിക്കുകയാണെങ്കിലും ഒക്കെ എപ്പോഴും ഒരു പ്രധാന വാർത്തയായിട്ട് അത് ഇരിക്കാറുണ്ട്, തട്ടിപ്പ് വെട്ടിപ്പ് പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്താണ് ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരാൻ കാരണം? അതൊന്നാമത്തെ കാരണം വെച്ചാൽ ഈ തട്ടിപ്പുകാർ ഓൾറെഡി അവരുടെ സെറ്റപ്പ് ആക്കിയിട്ടാണ് വരുന്നത്. തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ കേസിന് 3.5 കോടി രൂപ പോയെന്നാണ് ഡോക്ടറുടെ പോയെന്നാണ് പേപ്പറിൽ എഴുതിയിരുന്നത്. ഇതൊരു ഡോക്ടറുടെ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. 1-2 രൂപയല്ല, 3.5 കോടി രൂപ. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇഷ്ടം പോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോകൾ ചെയ്ത് നല്ല റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞ് ഷെയർ മാർക്കറ്റിലിട്ടാൽ നല്ല റിട്ടേൺ കിട്ടും, അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഒരു പൈസ തന്നു തുടങ്ങും. നമ്മളത് വിശ്വസിച്ച് വീണ്ടും കൂടിയിടും. അങ്ങനെ ലാസ്റ്റ് വന്ന് മുഴുവൻ പൈസ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഇവരെ കാണാനേ ഇല്ല. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു മ്യൂച്വൽ ഫണ്ട്സിലോ ഒരു ഷെയറിലോ ഓരോ ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അതിന് നിയമങ്ങളുണ്ട്. ആദ്യം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ആരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതിന് നിയമം എന്നാന്ന് പഠിക്കണം. ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ അതിന് ചില നിയമങ്ങളുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിയമങ്ങളുണ്ട്, ഷെയർ വാങ്ങിക്കുമ്പോൾ നിയമങ്ങളുണ്ട്, RBI ബോണ്ട് ഇടുമ്പോൾ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെന്ന് പറഞ്ഞാൽ KYC ആദ്യം ചെയ്യണം. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷെയർ ട്രേഡിംഗ് വഴിയെ പോയെന്നാണ് പേപ്പറിൽ എഴുതിയിരുന്നത്. നമുക്കറിയില്ല, പേപ്പറിൽ എഴുതിയിരുന്നത് നല്ല ന്യൂസായിരുന്നു, വലിയ ന്യൂസാണ്, 3.5 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മളൊരു 1000 രൂപ മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ 1000 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സംഭവത്താണ് ഒറ്റ ഒരു ഓൺലൈനിൽ ആളെ പോലും കാണാതെ 3.5 കോടി രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ആളുകൾ, ഈ വ്യക്തിയെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഷെയർ, ഇപ്പോൾ ഇവിടുത്തെ ഷെയറിൻ്റെ പേരിലാണെന്നാണ് പറയുന്നത്. ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യം ഈ വ്യക്തി ഏതെങ്കിലും ഒരു ഷെയർ ട്രേഡിംഗ് കമ്പനിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തെല്ലാം ഡോക്യുമെന്റ് വേണം? പാൻ വേണം, ആധാർ വേണം, ക്യാൻസൽ ചെക്ക് ലീഫ് വേണം, ഫോട്ടോ വേണം. ഇതെല്ലാം വെരിഫൈ ചെയ്തെന്ന് ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കമ്പനി സീലടിച്ച് ഓതറൈസ് ചെയ്ത് അവിടെ കൊടുക്കണം. അതിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി 10 ദിവസം എടുക്കും. ഓൺലൈനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനും ഈ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. OTP വരും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഷെയർ ട്രേഡിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും പറയുന്നില്ല, ചുമ്മാ ഓൺലൈനിൽ ഇവർ പറയുന്ന ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നിയമങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ബേസിക് നിയമം ഷെയർ ട്രേഡിംഗ് ചെയ്യാൻ. മ്യൂച്വൽ ഫണ്ട് ചെയ്യണം ബേസിക് നിയമം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ആധാർ, പാന്, അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ് ഇതെല്ലാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഓഫീസിലോ വന്ന് ഒറിജിനൽ കോപ്പി കൊണ്ടുവന്നിട്ട് അത് കണ്ട് സാക്ഷ്യപ്പെടുത്തി സീലടിച്ചിട്ട് ഈ കമ്പനി കൊടുത്ത് ആദ്യം നോ യുവർ ക്ലയൻറ്റ് ചെയ്യണം. ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ട്രേഡ് ചെയ്യുകയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ ഷെയർ ട്രേഡിങ്ങിൽ വരുന്നത് ഈ പർട്ടിക്കുലർ കമ്പനിയിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കണം. അതൊരു റെക്കോർഡറാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഈ കമ്പനിക്ക് ഫോൺ ചെയ്യണം. അത് റെക്കോർഡറാണ്. അത് ഷെയർ വാങ്ങിച്ചാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കയറിയിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാം. അല്ല ഒരു വ്യക്തി നമുക്കങ്ങനെ ചെയ്യാൻ, വാങ്ങിക്കാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല. മ്യൂച്വൽ ഫണ്ട് കേസ് എങ്ങനെയാണ്? മ്യൂച്വൽ ഫണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഞാനൊരു ഏജന്റാണ്, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നിലും നമ്മൾ പ്ലാറ്റ്ഫോം വഴി നമ്മളിത് ലിങ്ക് അയച്ചു കൊടുക്കും. കസ്റ്റമർ കയറി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ കമ്പനിക്കാണ്, ഈ ഡിസ്ട്രിബ്യൂട്ടറിനല്ല ഒരിക്കലും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെക്ക് തരണോ, ചെക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് സ്കീം എഴുതിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ബേസിക് നോളജ് ഇല്ല. അതായത് ബേസിക് ആയിട്ടുള്ള നോളജ് ഈ പൈസ പോയവർ ആർക്കും തന്നെ ഇല്ല. പിന്നെ ഈ റിട്ടേൺ കാണുമ്പോൾ ആദ്യം 1 ലക്ഷം രൂപ ഇട്ടു, 1,20,000 രൂപ കിട്ടി, 2 ലക്ഷം ഇട്ടു, 2,50,000 കിട്ടി, അങ്ങനെ ഇട്ടിട്ട് 3 കോടി ഇട്ടു, അവർ മുങ്ങി. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യം ബേസിക് റൂള് പഠിക്കുക. റൂള് പഠിക്കാൻ വേണ്ടി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെയോ ഫൈനാൻഷ്യൽ അഡ്വൈസറോ വെൽത്ത് അഡ്വൈസറെയോ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ചെയ്യും. ഓൺലൈനിൽ പഠിക്കാതെ ആരെങ്കിലും ഒരു പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീട്ടിലൊരു ഡോക്ടർ പറയുന്ന പോലെ ഒരു വീട്ടിലൊരു ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറോ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഓക്കെ, താങ്ക് യു.